ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഒരു ബേസിക് ഗ്രാമറാണ്. ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഥ, ഥേ, ഥി, ഥി എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ സെൻറ്റൻസിൽ ഥ അല്ലെങ്കിൽ ഥി അല്ലെങ്കിൽ ഥേ, ഥി ഉപയോഗിക്കുന്നത്. ഥ, ഥി, ഥേ, ഥി ആർ പാസ്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദ വേർബ് ടു ബി. ദേ ചേഞ്ച് അക്കോർഡിംഗ് ടു ജെൻഡർ ആൻഡ് നമ്പർ. അതായത് ഉദാഹരണത്തിന് ഇവിടെ രാം ഘർ പർ ഥ. ഇവിടെ രാമാണ് കർത്ത. കർത്ത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ ലിംഗിനും വചനും അനുസരിച്ചാണ് നമ്മൾ തായാണോ, തീയാണോ, ഥേ ആണോ, ടീ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാമാണ് കർത്ത. രാം ഘർ പർ ഥ. രാം ഒരു ഏകവചനമാണ്, അതേപോലെ പുല്ലിംഗാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഥ ഉപയോഗിച്ചത്. ക്രിയയായിട്ടുള്ള വേർബായിട്ടുള്ള ഹോനായുടെ ഭൂത്കാൽ അതായത് പാസ്റ്റ് ടെൻസ് ഫോമാണ് ഈ ഥ, തി, തേ, തി. ഇത് പറഞ്ഞതുപോലെ സബ്ജക്റ്റിൻ്റെ ലിംഗും വചനം അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഥ യൂസ്ഡ് ഫോർ മാസ്കുലൈൻ സിംഗുലർ. സബ്ജക്റ്റ് മാസ്കുലൈൻ സിംഗുലർ ആണെങ്കിൽ നമ്മൾ സെൻറ്റൻസിൽ ഥ ഉപയോഗിക്കുന്നു. അതായത് പുല്ലിംഗ് ഏകവചനായിരിക്കണം. വഹ് ലഡ്ക ഖുഷ് ഥ. ഈ വഹ് ലഡ്ക എന്നുള്ളത് ഏകവചനമാണ്, അതേപോലെ പുല്ലിംഗ് ശബ്ദമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഥ ഉപയോഗിച്ചത്. ആ ആൺകുട്ടി സന്തോഷവാനായിരുന്നു. അതേപോലെ മോസം അച്ഛാ ഥ. കാലാവസ്ഥ നല്ലതായിരുന്നു. മോസം എന്നുള്ളത് ഒരു മാസ്കുലിൻ വേർഡാണ്, അതേപോലെ സിംഗുലറാണ്. അതുകൊണ്ട് നമ്മൾ ഥ ഉപയോഗിച്ചു. മോസം അച്ഛാ ഥ. സ്കൂൾ ബന്ദ് ഥ. സ്കൂൾ ക്ലോസ് ആയിരുന്നു. സ്കൂൾ ഏകവചനാണ്, പുല്ലിംഗ് ശബ്ദമാണ്. വഹ് ബഹുത് ഥക്കാ ഹുവാ ഥ. അവൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. വഹ് എന്നുള്ളതിന് അവൻ, അവൾ, അത്, ആ എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ നമ്മളിവിടെ അവനാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഥക്ക ഹുവാ ഥ. ഥക്ക എന്ന് വന്നതുകൊണ്ട്. ഥക്ക എന്നുള്ളത് പുല്ലിംഗ് ശബ്ദമാണ്. വഹ് ബഹുത് ഥക്കി ഹുയി തി എന്നായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വഹ് അവൾ ഒരു സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇവിടെ വഹ് ബഹുത് ഥക്കാ ഹുവാ ഥ എന്നായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അവൻ വളരെ ക്ഷീണിതനായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വഹ് ദിൻ ഖാസ് ഥ. ആ ദിവസം സ്പെഷ്യലായിരുന്നു. വഹ് ദിൻ ഏകവചനാണ്, പുല്ലിംഗ ശബ്ദമാണ്. ദിൻ എന്നുള്ളത് മാസ്കുലിൻ വേർഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഥ ഉപയോഗിച്ചത്. മേരാ ദോസ്ത് ആയാ ഥ. എൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു. മേരാ ദോസ്ത് ഏകവചൻ പുല്ലിംഗ്. കമര സാഫ് ഥ. റൂം വൃത്തിയുള്ളതായിരുന്നു. കമര എന്നുള്ളത് ഏകവചനാണ്, പുല്ലിംഗ് ശബ്ദമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഥ ഉപയോഗിച്ചത്. ഇവിടെ വഹ് ലഡ്ക എന്നുള്ളത് പുല്ലിംഗ് ഏകവചനാണ്. മോസം പുല്ലിംഗ് ഏകവചനാണ്. അതേപോലെ സ്കൂൾ വഹ് ബഹുത് ധക്ക. ഇവിടെ വഹ് എന്നുള്ളത് പുല്ലിംഗാണ്, ഏകവചനാണ്, ധക്ക വന്നതുകൊണ്ട്. വഹ് ദിൻ പുല്ലിംഗ് ഏകവചനാണ്. മേരാ ദോസ്ത് അതേപോലെ പുല്ലിംഗ് ഏകവചൻ ശബ്ദമാണ്. കമര പുല്ലിംഗ് ഏകവചനാണ്. അതേപോലെ സെൻറ്റൻസിൽ ഥി ഉപയോഗിക്കുന്നത് യൂസ് ഫോർ ഫെമിനൻ സിംഗുലർ, അതായത് സ്ത്രീലിംഗ് ഏകവചൻ. കർത്ത സബ്ജക്റ്റ് സ്ത്രീലിംഗ് ഏകവചനാവുമ്പോഴാണ് നമ്മൾ ഥി ഉപയോഗിക്കുന്നത്. മേരി ബഹൻ ഘർ പർ ഥി. എൻ്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. മേരി ബഹൻ സ്ത്രീലിംഗാണ്, ഏകവചനാണ്. വഹ് ലഡ്കി ഖുഷ് ഥി. ആ പെൺകുട്ടി സന്തോഷവതിയായിരുന്നു. വഹ് ലഡ്കി സ്ത്രീലിംഗാണ്, ഏകവചനാണ്. വഹ് കഹാനി ദിൽചസ്പ് ഥി. ആ കഥ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വഹ് കഹാനി. കഹാനി എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതേപോലെ ഏകവചനമാണ്. അതുകൊണ്ട് ഥി ഉപയോഗിക്കുന്നു. ചായ് ഗരം തി. ചായ ചൂടുള്ളതായിരുന്നു. ചായ് സ്ത്രീലിംഗ് ഏകവചൻ. ഫിലിം അച്ചി തി. സിനിമ നല്ലതായിരുന്നു.
ഫിലിം എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, ഏകവചനമാണ്. വഹ് ബഹുത് സുന്ദർ ഥി, അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. വഹ് എന്നുള്ളതിന് അവൻ, അവൾ, അത്, ആ എന്നെല്ലാം അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ തീ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വഹ് അവളായിരിക്കുമെന്ന്. അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. കിതാബ് മേസ് പർ ഥി, പുസ്തകം ടേബിളിന് മുകളിൽ ഉണ്ടായിരുന്നു. കിതാബ് സ്ത്രീലിംഗ ശബ്ദമാണ്, ഏകവചനാണ്. സഡക് ഖാലി ഥി, റോഡ് ഖാലിയായിരുന്നു. സഡക് എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, ഏകവചനാണ്. അതുകൊണ്ട് നമ്മൾ തീ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ തീ ഉപയോഗിക്കുന്നത് കർത്ത, അതായത് ഫസ്റ്റ് പേഴ്സൺ സ്ത്രീലിംഗ ആയിരിക്കണം, അതേപോലെ ഏകവചൻ ആയിരിക്കണം. They use for plural or respectful singular, for elders or respected persons. They എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഒന്നുകിൽ കർത്ത ബഹുവചനായിരിക്കണം, അതേപോലെ മാസ്കുലിൻ വേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ മാസ്കുലിൻ വേർഡിൽ തന്നെ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ തേ ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ബച്ചേ മൈതാൻ മേ തേ, കുട്ടികൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ബച്ചേ എന്നുള്ളത് പുല്ലിംഗ് ബഹുവചനാണ്, അതുകൊണ്ട് തേ ഉപയോഗിച്ചു. ആപ് കഹാ തേ, താങ്കൾ എവിടെയായിരുന്നു? ഇവിടെ ആപ്പ് എന്നുള്ളത് ഏകവചനാണ്, പക്ഷേ റെസ്പെക്റ്റോടു കൂടിയാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ തേ ഉപയോഗിച്ചു. ശിക്ഷക് കക്ഷാമേ തേ, അധ്യാപകൻ ക്ലാസ്സിലുണ്ടായിരുന്നു. ശിക്ഷക് എന്നുള്ളത് ഏകവചനാണ്, പുല്ലിംഗാണ്, പക്ഷേ അധ്യാപകന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നു, അതുകൊണ്ട് നമ്മൾ ബഹുമാനാർത്ഥം നമ്മൾ തേ ഉപയോഗിക്കുന്നു. സബ് ലോഗ് തയ്യാർ തേ, എല്ലാ ആളുകളും തയ്യാറായിരുന്നു. ലോഗ് എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. സബ് ലോഗ് എല്ലാ ആളുകളും ബഹുവചനാണ്, അതുകൊണ്ട് തേ ഉപയോഗിച്ചു. എല്ലാ ആളുകളും തയ്യാറായിരുന്നു. കമരെ സാഫ് തേ, റൂംസ് വൃത്തിയുള്ളതായിരുന്നു. കമര പുല്ലിംഗ ശബ്ദമാണ്, കമരെ ബഹുവചനാണ്, അതുകൊണ്ട് തേ ഉപയോഗിച്ചു. ഗാവ് കെ ലോഗ് ഖുഷ് തേ, ഗ്രാമത്തിലെ ആളുകൾ സന്തോഷവാന്മാരായിരുന്നു. ലോഗ് എന്നുള്ളത് പുല്ലിംഗ ശബ്ദമായിട്ടാണ് കാണുന്നത്. ഗാവ് കെ ലോഗ് ഒരുപാട് ആളുകളുണ്ട്, ബഹുവചനാണ്, അതുകൊണ്ട് നമ്മൾ തേ ഉപയോഗിച്ചു. വേ ബഹുത് തക്കേ ഹുവേ തേ, വേ ബഹുത് തക്കേ, തക്കേ എന്നായതുകൊണ്ട് പുല്ലിംഗ ശബ്ദമാണ്. വേ അവർ, ഒന്നിലധികം ആളുകളുണ്ട്, ബഹുവചനാണ്, പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് തേ ഉപയോഗിച്ചു. വേ ബഹുത് തക്കേ ഹുവേ തേ, അവർ വളരെയധികം ക്ഷീണിതരായിരുന്നു. മേരെ പിതാജി ബാഹർ തേ, മേരെ പിതാജി പുല്ലിംഗ ശബ്ദമാണ്, പക്ഷേ ഏകവചനാണ്, പക്ഷെ നമ്മൾ തേ ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? മേരെ പിതാജി ബഹുമാനാർത്ഥം, റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ തേ ഉപയോഗിച്ചത്. അതേപോലെ ഥീ, ഈ ബിന്ദു ഉള്ള ഥീ യൂസ്ഡ് ഫോർ ഫെമിനിൻ പ്ലൂറൽ ഓർ റെസ്പെക്റ്റഡ് ഫെമിനിൻ സിംഗുലർ. ഒന്നുകിൽ സ്ത്രീലിംഗ് ബഹുവചനായിരിക്കണം, കർത്ത, കർത്ത സ്ത്രീലിംഗ് ബഹുവചനായിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീലിംഗ് ഏകവചൻ തന്നെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ബിന്ദു ഉള്ള തീ ഉപയോഗിക്കുന്നത്. വേ ലടിക്കിയ ഹുഷ് തീ, ആ പെൺകുട്ടികൾ സന്തോഷവതികളായിരുന്നു. വേ ലടിക്കിയ, ലടുക്കി സ്ത്രീലിംഗ ശബ്ദമാണ്, ലടുക്കിയ ബഹുവചനാണ്, അപ്പം നമ്മൾ തീ ഉപയോഗിച്ചു. ദാദീജി ബഹുത് ദയാലു തീ, ദാദീജി അച്ചമ്മ വളരെയധികം ദയാലു ആയിരുന്നു. ദാദീജി ഏകവചനാണ്, സ്ത്രീലിംഗാണ്, പക്ഷേ നമ്മൾ ബഹുമാനാർത്ഥമാണ് ഇവിടെ തീ, ബിന്ദുള്ള തീ ഉപയോഗിക്കുന്നത്. വഹ് ഡോക്ടർ ബഹുത് അനുഭവി തീ, ആ ഡോക്ടർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. വഹ് ഡോക്ടർ, ഡോക്ടർ എന്നുള്ളത് ഇവിടെ ഏകവചനാണ്, അനുഭവി തീ എന്ന് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീലിംഗ ശബ്ദമാണ്, പക്ഷേ ഏകവചനാണെങ്കിലും നമ്മളിവിടെ ബഹുമാനാർത്ഥമാണ് ഈ ബിന്ദുള്ള തീ ഉപയോഗിച്ചത്. കിതാബെ മേസ് പർ തീ, പുസ്തകങ്ങൾ ടേബിളിന് മുകളിൽ ഉണ്ടായിരുന്നു. കിതാബെ, കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്, കിതാബെ ബഹുവചനാണ്, അതുകൊണ്ട് നമ്മളിവിടെ ബിന്ദുള്ള തീ ഉപയോഗിച്ചു. വേ കഹാനിയ ബഹുത് ദിൽചസ്പ് തീ, വേ കഹാനിയ, കഹാനി സ്ത്രീലിംഗ ശബ്ദ, കഹാനിയ ബഹുവചൻ, ആ കഥകൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. റീമ ഓർ റീന ഘർ പർ തീ,
റീമയും റീനയും വീട്ടിലുണ്ടായിരുന്നു. റീമ ഓർ റീന സ്ത്രീലിംഗാണ്, ഒന്നിലധികം പേരുണ്ട്, അതുകൊണ്ട് ധീ ഉപയോഗിച്ചു. മേരി സഹേലിയ സ്കൂൾ മേ ഥി, എൻ്റെ കൂട്ടുകാരികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. മേരി സഹേലിയ സ്ത്രീലിംഗ ശബ്ദ ബഹുവചനാണ്, അതുകൊണ്ടാണ് ബിന്ദുള്ള ഥി ഉപയോഗിച്ചത്. മേരി ശിക്ഷിക ബഹുത് അച്ചി ഥി, എൻ്റെ അധ്യാപിക വളരെ നല്ലവളായിരുന്നു. മേരി ശിക്ഷിക സിംഗുലറാണ്, ഫെമിനിൻ വേർഡാണ്, പക്ഷേ നമ്മൾ ബഹുമാനാർത്ഥം ഇവിടെ ബിന്ദുള്ള ഥി ഉപയോഗിക്കുന്നു. അപ്പോൾ ത, തേ, തി, തി എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കർത്തായുടെ സബ്ജക്റ്റിൻ്റെ ജെൻഡർ നോക്കണം. ജെൻഡർ മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ എന്ന് നോക്കണം. സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്ന് നോക്കണം. അതേപോലെ നമ്പർ ഏകവചനാണോ ബഹുവചനാണോ എന്ന് നോക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ഏകവചനിൽ തന്നെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളാണോ, അല്ലെങ്കിൽ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ധീയും ധേയും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.